മഞ്ഞു തഴുകിയ മലനിരകൾക്കിടയിൽ മേഘങ്ങൾ ഭൂമിയെ ചുംബിക്കുന്നിടത്ത് വിശ്വാസത്തിന്റെ ഒരു ദീപം തെളിഞ്ഞു. രാജാതിരാജനായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ കാലത്തിന്റെ കാറ്റിലും കൊടുങ്കാറ്റിലും തളരാതെ പടർന്നു പന്തലിച്ച ഒരു ജനതയുടെ കഥ. നെടുംകണ്ടത്തുനിന്നും 10 കിലോമീറ്റർ മാറിയ ഒരു ഉൾഗ്രാമമാണ് മഞ്ഞപ്പാറ. ഹൈറേഞ്ചിൽ നിന്ന് തന്നെ കുടിയേറിയ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഹൈറേഞ്ചിലെ ഇരട്ടയാർ, കട്ടപ്പന, വെള്ളയാംകുടി, കാഞ്ചിയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 1960കളിലും 70കളിലും കൃഷിയോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ആളുകളാണ് ഇവിടെ കുടിയേറിയത്. ഈ കാലഘട്ടത്തിലെ കുടിയേറ്റ കർഷകർക്ക് ക്രിസ്തുരാജനോടുണ്ടായിരുന്ന പ്രത്യേക ഭക്തിയാണ് ക്രിസ്തുരാജന്റെ നാമധേയത്തിലുള്ള ഒരു ഇടവക ദേവാലയം ഇവിടെ രൂപം കൊള്ളാൻ വഴിതെളിച്ചത്. ആദ്യകാലങ്ങളിൽ ഏകദേശം 60ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈട്ടിത്തോപ്പ്, ബഥേൽ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികരെ ഇവർ സമീപിച്ച് തങ്ങളുടെ നാട്ടിൽ ബലിയർപ്പണത്തിന് ഒരു ദേവാലയം വേണമെന്ന ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. വൈദികരുടെ സഹായത്തോടെ 1975 ഈ മഞ്ഞപ്പാറയുടെ മണ്ണിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റോറിലായിരുന്നു ആദ്യ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത്. 1980 തിരുഹൃദയ സന്യാസിനിമാർക്കായി ഇവിടെ സ്ഥലം വാങ്ങുകയും 81 സന്യാസിനിമാർക്ക് താമസിക്കുന്നതിനുള്ള മഠം നിർമ്മാണം പൂർത്തിയാക്കി ആശീർവദിക്കുകയും ചെയ്തു. ഇത് ഇവിടുത്തെ അജപാലന ശുശ്രൂഷയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ കാരണമായി. വികസനത്തിന്റെ വെളിച്ചം സാവധാനം എത്തിനോക്കിയ ഈ ഗ്രാമീണ മേഖലയിൽ 1982 ക്രിസ്തുരാജ സ്കൂൾ ആരംഭിക്കാൻ കഴിഞ്ഞത് പുതുതലമുറയുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തായി. പിന്നീടങ്ങോട്ട് ഈ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രം ഈ ക്രിസ്തുരാജന്റെ സന്നിധിയായിരുന്നു. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ അവരെ പിടിച്ചു നിർത്തിയത് ഈ ദേവാലയത്തിലെ ക്രിസ്തുരാജന്റെ അനുഗ്രഹീത സാന്നിധ്യമായിരുന്നു. ഈ ഇടവകയുടെ ആദ്യ വർഷങ്ങളിൽ ഇവിടെ ശുശ്രൂഷ നിർവഹിച്ചത് കോതമംഗലം രൂപതയിലെ ബഹുമാന്യരായ വൈദികരായിരുന്നു. അവരുടെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് ഈ ഇടവകയെ വളർച്ചയുടെ പടവുകളിലേക്ക് നയിച്ചത്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സേവ്യർ വെള്ളാരംകാട്ടിൽ അച്ഛന്റെ 7 വർഷം നീണ്ട സുദീർഘവും നിശ്ചയദാർഢ്യത്തോടും കൂടിയുള്ള ആത്മീയ നേതൃത്വം ഈ നാട്ടിലെ ജനത്തിന് മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. 1985 ഇവിടെ സിമിത്തേരി പണി പൂർത്തിയാക്കുകയും 1988 ഇടവക കാര്യാലയം നിർമ്മിക്കുകയും ചെയ്തു. 1990 നാനാജാതി മതസ്ഥരുടെ കഠിനാധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അഷ്ടഭുജ ആകൃതിയിലുള്ള ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിന്നപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും മൂലം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് ഇന്നത്തെ സൗഭാഗ്യത്തിലേക്ക് ഈ നാടിനെ കൈപിടിച്ചുയർത്തിയത് അസാമാന്യമായ മനബലവും കരബലവും അതിനപ്പുറം ആഴമേറിയ വിശ്വാസത്തിന്റെ ബോധ്യവും ഉണ്ടായിരുന്ന ഇവിടുത്തെ പൂർവികരാണ്. രാജാതിരാജനായ ക്രിസ്തുരാജന് മനസ്സും ഹൃദയവും സമർപ്പിച്ച് മഞ്ഞപ്പാറയിലെ ഈ വിശ്വാസ സമൂഹം യാത്ര തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഒരു ഇടവക സമൂഹമായി രൂപപ്രാപിച്ച് ഒരുമയോടെ യാത്ര തിരിച്ചതിൻ്റെ 5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന സുവർണ സന്തോഷത്തിലാണ് ഈ നാടും ഇവിടെയുള്ള സകല മനുഷ്യരും. അരനൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് പഴയ തലമുറയ്ക്ക് പുതുതലമുറയെ ചേർത്തു പിടിച്ചു പറയുവാനുള്ളത് നമ്മൾ നടന്ന വഴികളെ ക്രമപ്പെടുത്തിയതും നമ്മുടെ ജീവിതങ്ങളെ ഫലമണിയിച്ചതും അവനാണ് എന്നുള്ള സത്യം തന്നെയാണ്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇനിയും അനവധി തലമുറകൾക്ക് ഈ വിശ്വാസത്തിന്റെ ദീപം കൈമാറാൻ ഇടവരട്ടെ. ക്രിസ്തുരാജന്റെ രാജ്യം എല്ലാ ഹൃദയങ്ങളിലും പടരട്ടെ.